ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം ഒരു 1/4 കപ്പ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അതൊന്നിട്ട് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം തീ കൂട്ടിയാൽ കരിയും. അപ്പം നല്ലൊരു മണം വരും, മൂത്ത് കിലുക്കിലാ ഒരു ശബ്ദവും വരും. അങ്ങനെ സമയം വരുമ്പോൾ ഒരു 4 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4-5 ഒക്കെ ഉണ്ട്. അപ്പോൾ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസമായി സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നിട്ട്. അപ്പോൾ അന്ന് വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയിട്ട്. അപ്പോൾ ആ പച്ചമുളക് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മളെ സദ്യത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണല്ലോ അതല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പുളി വെള്ളം ഒഴിച്ചതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് നല്ല തീ കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഇട്ടെടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല ശർക്കര ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അത് ഇട്ടെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് നല്ലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല വറ്റി റെഡിയായി. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഇട്ടാൽ ഞാൻ ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിട്ട് മൂത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇതിന് കട്ടിയാവും കേട്ടോ. അത് ചൂട് കൊടുക്കാനായിട്ടാണ് എല്ലാവർക്കും അറിയാം. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.